നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തന്നെ ആക്രമിച്ചത് മകൻ അഫാൻ തന്നെയാണെന്ന് ഷെമി. ഉമ്മച്ചിയോട് ക്ഷമിക്കണമെന്ന് അഫാൻ പറഞ്ഞു. ക്ഷമിച്ചു മക്കളെ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അഫാൻ പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തു ഞെരിച്ചെന്നാണ് ഷെമി മൊഴി നൽകിയിരിക്കുന്നത്. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടമുണ്ട്. 50,000 രൂപ തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ് സംഭവം നടന്നത്. പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു. ഇത് അഫാന് സഹിക്കാനായില്ലെന്നും ഷെമി പറഞ്ഞു. ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചിരുന്നതായും അതിനായി ഇളയ മകനുമൊത്ത് യൂട്യൂബിൽ വീഡിയോകൾ കണ്ടിരുന്നതായും ഷെമി പറഞ്ഞു. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും അവർ പറഞ്ഞു. ആംബുലൻസ് ഡ്രൈവർ നടത്തുന്ന വെഞ്ഞാറമൂട് മേലെ കുറ്റിമൂടുള്ള സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ച് കിളിമാനൂർ CI B അജയൻ ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴായിരുന്നു ഷെമി ഇക്കാര്യം പറഞ്ഞത്. കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്നായിരുന്നു മുമ്പ് ഷെമി പറഞ്ഞിരുന്നത്. അഫാനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് അവർ കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു. ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്, എനിക്ക് സംഭവിച്ചതും അതുതന്നെയാണ്, എൻ്റെ ഓർമ്മയിലും അതുതന്നെയാണ്. പോലീസുകാർ 2 തവണ ചോദിച്ചു. എനിക്ക് അന്ന് സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. സാറേ, എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ? എൻ്റെ കൊച്ചിനെ ഇറക്കിത്തരണം. ഇളയവൻ മരിച്ചുപോയി. എനിക്ക് മൂത്ത മകനേയുള്ളൂ. അവനെയെങ്കിലും എനിക്ക് തിരിച്ച് ഇറക്കിത്തരണം. അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്തേനെ എന്നായിരുന്നു ഷെമി ഇന്നലെ ഒരു മാധ്യമത്തോട് പറഞ്ഞത്.